വീണ്ടും മംഗളൂരുവിലേക്കാണ്. അവിടെ ചരക്ക് കപ്പലിൽ തീപിടിച്ചുണ്ടായ ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യങ്ങൾ മംഗലാപുരം തുറമുഖത്ത് അവിടെ എത്തിച്ചിരുന്നു ഈ പരിക്കേറ്റ നാവികരെ. അവരെ ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകരിലേക്ക് എത്തുന്നത്. മംഗളൂരു തുറമുഖത്താണ് അവരെ എത്തിച്ചത് INS സൂറത്തിൽ. അവിടെ നിന്നാണ് ആശുപത്രിയിലേക്ക് അവരെ ഇപ്പോൾ മാറ്റിയിരിക്കുന്ന ആംബുലൻസ്. ഈ തുറമുഖത്ത് നിന്ന് ഇപ്പോൾ ആശുപത്രിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു ആംബുലൻസ്. അരുൺ പാറക്കൽ വിവരങ്ങളുമായി. അരുൺ, ആംബുലൻസ് എത്തിയിരിക്കുന്നു, വിവരങ്ങൾ. ഉന്മേഷ്, ആംബുലൻസ് എത്തിയിരിക്കുന്നു. AJ ആശുപത്രിയിലാണ്, മംഗലാപുരം AJ ആശുപത്രിയിലാണ് ഇപ്പോൾ ആംബുലൻസ് എത്തിയിരിക്കുന്നത്. ഈ പരുക്കേറ്റ 18 പേരാണ് ആകെ ഈ കപ്പലിലുണ്ടായിരുന്നത്. അതിൽ 5 പേർക്ക് പരുക്കേറ്റിരുന്നു. 2 പേർക്ക് ഗുരുതരമായ പരുക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. എന്തായാലും 4 പേരെ ഈ ആംബുലൻസിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിക്കുമെന്നാണ് നേരത്തെ അറിയിച്ചിരുന്നത്. ആശുപത്രി അധികൃതർ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ ആംബുലൻസിൽ നിന്ന് ആദ്യത്തെ ആംബുലൻസ് ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. നിന്ന് പരുക്കേറ്റ ആളുകളെ പുറത്തേക്ക് ഇറക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരുതരമായ പരിക്കേറ്റ ആളുകളുണ്ട്. അവർക്ക് എത്ര ശതമാനത്തോളം പൊള്ളലേറ്റിട്ടുണ്ട് എന്ന കാര്യത്തിലൊരു അവ്യക്തത ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അവരെ ആ ആംബുലൻസിൽ നിന്ന് ഇറക്കി സ്ട്രക്ചറിലേക്ക് കയറ്റി ആശുപത്രിക്കകത്തേക്ക് കയറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗുരുതരമായ പരുക്ക് അവർക്കുണ്ട്. നല്ല രീതിയിലുള്ള പൊള്ളലേറ്റിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ ുണ്ട്. എന്തായാലും ഗുരുതരമായ പരുക്കുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ആദ്യം വന്ന ആംബുലൻസിലുള്ള ആളെ, ആ ഒരു പരുക്കേറ്റ കപ്പൽ ജീവനക്കാരനെ അകത്തേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഗുരുതരമായ പരുക്കുണ്ടെന്ന് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് ഇനി മറ്റേ 4 പേരെ കൂടി ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. ഇവരുടെ വിവരങ്ങൾ ഇങ്ങനെയാണ്: 8 ചൈനക്കാരുണ്ട്, 4 തായ്വാൻ സ്വദേശികളുണ്ട്, 4 ബർമ സ്വദേശികളുണ്ട്, 2 ഇന്തോനേഷ്യ സ്വദേശികളുണ്ട്. ഇതിൽ ഗുരുതരമായി പരിക്കേറ്റത് ഏത് രാജ്യത്തുള്ള ആളുകളാണ് എന്നതിലൊക്കെ ഒരു അന്തിമ വിവരം, ഒരു വ്യക്തത നമുക്ക് വരേണ്ടതുണ്ട്. ഇനി ഇതാ അടുത്ത ആംബുലൻസ് കൂടി ഇവിടേക്ക് എത്തിച്ചേരുന്നുണ്ട്. കനത്ത സുരക്ഷ, ആശുപത്രിയിൽ ചുറ്റും കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പോലീസിൻ്റെ നല്ല രീതിയിലുള്ള സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഇവരെ അകത്തേക്ക് കയറ്റുമ്പോൾ മറ്റ് തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. 18 പേരാണ് ഈ കപ്പലുണ്ടായത്. INS സൂറത്തിലാണ്. 15 മിനിറ്റ് മുൻപാണ് ആ കപ്പൽ ഇവിടേക്ക് എത്തിയിരുന്നത്. രണ്ടാമത്തെ ആംബുലൻസ് കൂടി ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അതിലുള്ള ആളെയും അല്പസമയത്തിനകം തന്നെ പുറത്തേക്ക് ഇറക്കും. ആദ്യം വന്ന ആംബുലൻസിലുള്ള ആള്, അദ്ദേഹത്തിന് ഗുരുതരമായ പരിക്കുണ്ടായിരുന്നു. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിച്ചിരുന്നു. അദ്ദേഹത്തെ ഉടൻ തന്നെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ആളെ കൂടി ഈ ആശുപത്രിക്കകത്തേക്ക് പ്രവേശിപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തുന്നത്. എന്തായാലും ശക്തമായ സുരക്ഷ ഒരുക്കിയിട്ടുണ്ട്. ഈ ആംബുലൻസ് വരുന്ന സമയത്ത് ആളുകളൊന്നും തന്നെ വഴി ഇരിക്കാനുള്ള നീക്കങ്ങളൊക്കെ തന്നെ നടത്തിയിട്ടുണ്ട്. നേരത്തെ തന്നെ ആശുപത്രി അധികൃതർ ഇവർക്ക് ചികിത്സ ലഭ്യമാക്കുന്നതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിനുള്ള സജ്ജീകരണങ്ങൾ തയ്യാറാക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവിധ തയ്യാറെടുപ്പുകളും 2 മണിക്കൂർ മുൻപ് തന്നെ AJ ആശുപത്രിയിൽ നടത്തിയിരുന്നു. ഇപ്പോൾ ഇതാ രണ്ടാമത്തെ ആംബുലൻസിൽ വന്ന ആ കപ്പൽ ജീവനക്കാരനെ കൂടി അകത്തേക്ക് പ്രവേശിപ്പിക്കുകയാണ്.